നോക്കൂ, ഇതാണ് നമ്മുടെ ഗ്രാമവണ്ടി. നമ്മുടെ ഉടുമ്പന്നൂരിൻ്റെ ഉൾപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കുടുംബാരോഗ്യ കേന്ദ്രവും ടൗണുമായി കണക്ട് ചെയ്യുന്നതിനും ഉടുമ്പന്നൂർ ടൗണിലെ സർക്കാർ ഓഫീസുകളിലേക്ക് ഉൾപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് എത്തിച്ചേരുന്നതിനുമായി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ നമ്മുടെ സ്വന്തം KSRTCയുടെ സ്വന്തം ഗ്രാമവണ്ടി. ഗ്രാമപഞ്ചായത്താണ് ഇതിനാവശ്യമായ ഡീസൽ ചെലവ് പൂർണ്ണമായും വഹിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനമാവട്ടെ, നമ്മുടെ നാടും ഉഷാറാവട്ടെ. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന നാട്. 87 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 16 വാർഡുകളിലായി പരന്നുകിടക്കുന്ന ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷക്കാലയളവിലെ വികസനത്തിന്റെ ഗാഥകൾ നിരവധിയുണ്ട് പറയാൻ. ജനജീവിതത്തിൽ സ്വാധീനമാകാനും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയാവാനും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ശക്തി പകരാനും ഈ പഞ്ചായത്തിലെ ഭരണസമിതിയും ജീവനക്കാരും പരിശ്രമിക്കുന്നു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കർമ്മനിരതരായിരുന്ന പഞ്ചായത്ത് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും പ്രവർത്തനങ്ങളുടെ തെളിവുകൾ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉടുമ്പന്നൂർ ഇന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാവരുടെയും അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് നിരവധിയായ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഉടുമ്പന്നൂരിലേക്ക് ഒഴുകിയെത്തുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം തുടർച്ചയായി 2 തവണയാണ് നമ്മളെ തേടിയെത്തിയത്. ഇടുക്കി ജില്ലയിലെ മികച്ച ജൈവ കാർഷിക പഞ്ചായത്തായും അതോടൊപ്പം മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള പ്രത്യേക പുരസ്കാരം ഉൾപ്പെടെ ഏറ്റവും മികച്ച ഹരിത ടൗണായി ഉടുമ്പന്നൂർ ടൗണിനെ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള 8ഓളം അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തിയിട്ടുണ്ട്. നമ്മുടെ ആയുർവേദ ആശുപത്രിക്ക് NABH അംഗീകാരം ലഭ്യമായി. ഇങ്ങനെ നമ്മുടെ നാട് ഉഷാറായി മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നാം ഇവിടേക്ക് എത്തിയതെന്നല്ലേ നോക്കാം. ഇടുക്കി ജില്ല 2ാം സ്ഥാനം ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ നാട് ഒരു കാർഷിക മേഖലയല്ലേ. ആ മേഖലയെ പരിപോഷിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ അനിവാര്യതയുമാണ്. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ കാർഷിക മേഖലയിൽ പ്രതിവർഷം ചെലവഴിക്കപ്പെട്ടിരുന്നത് 10 ലക്ഷം രൂപയിൽ താഴെ മാത്രമായിരുന്നു. ആ ആനുകൂല്യങ്ങളൊക്കെ യഥാർത്ഥ കർഷകരിലേക്ക് എത്തുന്നുണ്ടോ എന്ന ഒരാശങ്കയിൽ നിന്നുകൊണ്ടാണ് കർഷക ഗ്രാമസഭകൾ എന്ന ആശയത്തിലേക്ക് നാം പോയത്. 16 വാർഡുകളിലും നമ്മൾ നടത്തിയ കർഷക ഗ്രാമസഭയിൽ നമ്മുടെ നാടിൻ്റെ കാർഷിക മേഖലയുടെ ചരിത്രം മാറുകയായിരുന്നു. പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ, അതിൽ സ്വയം പര്യാപ്തതയാകുവാൻ നാം രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങൾ 100 മേനി വിളവാണ് കൊയ്തത്. അവർക്കും ഒരുപാട് വിജയഗാഥകൾ പറയുവാനുണ്ട്. വടക്കൻ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറി പാർത്ത കർഷകർ ഉടുമ്പന്നൂരിനെ ഒരു കാർഷിക ഗ്രാമമാക്കി മാറ്റി. ഒരു കാലത്ത് നെല്ലും തെങ്ങും കുരുമുളകും മരിച്ചീനിയും സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന ഈ പ്രദേശം ഇന്ന് പുതിയ കൃഷികളുടെ കൂടി പരീക്ഷണത്തിലാണ്. രാസവള പ്രയോഗം കൊണ്ട് മണ്ണിന്റെ ഫലപുഷ്ടി നശിക്കാതിരിക്കാൻ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വാർഡിൽ ഞങ്ങൾ 11ഓളം കൃഷിക്കാർ ഒരു സംഘം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ സംഘം കൃഷിക്കൂട്ടത്തിൽ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ 2022-23 കാലയളവ് മുതൽ ഞങ്ങൾ വിവിധ ഇനം പച്ചക്കറി കൃഷികൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒട്ടേറെ വിളവുകൾ എടുക്കുന്നതിനും കൃഷിക്കൂട്ടിലെ അംഗങ്ങൾക്ക് അവർക്ക് സ്വയം പര്യാപ്തതയൊക്കെ ജീവിക്കുന്നതിനൊക്കെ സഹായകരമായിട്ടുണ്ട്. അതിന് കൃഷിഭവനിൽ നിന്നും ഞങ്ങൾക്ക് യഥാവിധി അതിൻ്റെ എല്ലാവിധ സഹായവും ഞങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ വിവിധ ഇനം പച്ചക്കറി കൃഷികളാണ് ഞങ്ങൾ ചെയ്തത്. ഒന്ന് ഞങ്ങൾ വെള്ളരി കൃഷി, പച്ചക്കറി കൃഷി, നാടൻ തടപ്പയർ, വള്ളിപ്പയർ, അതുപോലെ ഈ വർഷം ഞങ്ങൾ വാഴക്കൃഷി, അങ്ങനെ വിവിധ കൃഷി ഇനങ്ങൾ ഞങ്ങൾ ചെയ്തു വരികയാണ്. ഞങ്ങൾക്ക് ഓരോ വർഷവും ഞങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട്. ഏതാണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ വെള്ളരി കൃഷി നടത്തിയപ്പോൾ ഏതാണ്ട് 5 ടണ്ണോളം വെള്ളരി ഞങ്ങൾക്ക് പറിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആ വെള്ളരി യഥാസമയം ഞങ്ങൾക്ക് വിറ്റഴിക്കുന്നതിനും
അത് കൂടുതൽ ഓണക്കാലത്ത് കൂടുതൽ ഉൽപ്പാദനം വന്നതുകൊണ്ട് അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഹോർട്ടികോർപ്പ് ഇവിടെ വന്ന് ശീതകാല പച്ചക്കറികൾ എടുക്കുന്ന ഒരു സംവിധാനം ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് 2 ടണ്ണോളം വെള്ളരി ഞങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിലയും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒട്ടേറെ പ്രയോജനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം ഇവിടെ 2.5 ഏക്കറോളം സ്ഥലം ഞങ്ങൾ വിവിധ ഇനം പച്ചക്കറികൾ ഞങ്ങൾ കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്തു വരികയാണ്. ഞങ്ങൾക്ക് നല്ല നിലയിലുള്ള സഹകരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഞങ്ങൾ പഞ്ചായത്തിൽ നമ്മുടെ ഈ വാർഡിൽ വിവിധ വാർഡുകളിൽ നിൽക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് ഉടുമ്പന്നൂർ പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയിൽ ഊന്നി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത്. അപ്പോൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടും കൃഷിക്കാരെ സഹായിക്കുന്നതിന് ഒട്ടനവധി പദ്ധതികളാണ് നമുക്കിവിടെ നടപ്പാക്കി വരുന്നത്. ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഞങ്ങളുടെ കൃഷിക്കൂട്ടം അംഗങ്ങളെല്ലാവരും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ വ്യത്യസ്തമായ ഇനം കുരുമുളക് ഇനങ്ങളാണ് 50-ൽ പരം കുരുമുളക് ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉടുമ്പൽ പഞ്ചായത്തിൻ്റെ കീഴിലാണ് എൻ്റെ സ്ഥലമുള്ളത്. ഉടുമ്പൽ പഞ്ചായത്ത് നമുക്ക് നല്ല കർഷകർക്കുള്ള നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. വേപ്പിണ്ണാക്ക്, കുമ്മായം പോലുള്ള സാധനങ്ങൾ സബ്സിഡി നിരക്ക് നമുക്ക് തരുന്നുണ്ട്. പിന്നെ തേനീച്ച നമുക്കൊരു 4-5 വർഷമായിട്ട് ചെറുതേനീച്ചയുടെ പെട്ടികൾ സബ്സിഡി നിരക്കിൽ 50% സബ്സിഡി നിരക്കിലാണ് പഞ്ചായത്ത് തരുന്നത്. അത് അതിൻ്റെ 3 വർഷം കഴിഞ്ഞപ്പോൾ അത് പഞ്ചായത്തിൻ്റെ രീതിയിൽ തന്നെ ബ്രാൻഡ് ചെയ്ത് ഉടുമ്പൻ ഹണി എന്ന രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. അത് കർഷകരിൽ നിന്ന് നല്ല ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് കിട്ടാനും കർഷകർക്ക് നല്ല വില കിട്ടാനും സഹായിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ നല്ല രീതിയിൽ സഹകരണമാണ് ഞങ്ങൾക്ക് തരുന്നത്. എന്ത് ആവശ്യപ്പെട്ടാലും കർഷകർ ആവശ്യപ്പെടുന്ന പദ്ധതികളെല്ലാം കർഷകർ നടപ്പാക്കുന്നുണ്ട്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരം ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയും 2022-23 വർഷം മുതൽ 16 വാർഡുകളിലായിട്ട് 21ഓളം കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയും അവർ വ്യത്യസ്തങ്ങളായ വിളകൾ തിരഞ്ഞെടുത്ത് 16 വാർഡിലും 16 ഇനം കൃഷികൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. വനിതകൾക്കായി നമ്മൾ നടപ്പിലാക്കുന്ന അവൾക്കൊപ്പം പദ്ധതി ഇന്ന് ശ്രദ്ധേയമാവുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ പകുതിയിലധികം വരുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 51 ലക്ഷം രൂപയുടെ പ്രത്യേകമായ ഒരു പാക്കേജ് നമ്മൾ പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായി നിരവധിയായ പദ്ധതികൾ. ഷീ കെയർ പദ്ധതി വനിതകളുടെ സമ്പൂർണ്ണമായ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വനിതാ മൾട്ടി ജിം. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തോടനുബന്ധിച്ച് നാം പണി പൂർത്തിയാക്കി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലബോറട്ടറിയിൽ എത്തിച്ചേരുന്ന നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വനിതകളുടെയും പരിശോധന ഇന്ന് സൗജന്യമാണ്. പഞ്ചായത്ത് ആ പണം മുടക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ വനിതകൾക്കായി പ്രത്യേക ഗ്രാമോത്സവങ്ങൾ സംഘടിപ്പിക്കാൻ പുതിയ പദ്ധതി നമ്മൾ മുൻപോട്ട് വെക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനത്തിനായി നാം ഒരുക്കി വച്ചിരിക്കുന്നത് കാണും. നമ്മുടെ സ്ഥാപനം സാധാരണ ഒരു PHC അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിരുന്നു. നമ്മുടെ സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ സ്ഥാപനത്തെ കുടുംബാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി ഉയർത്തിയിരുന്നു. പക്ഷെ നമുക്കിപ്പം നിലവിൽ ഒരു ഡോക്ടറുടെ പോസ്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോഴത്തേക്കും ഈവനിങ് OP, സായാഹ്ന OP ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അത് പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ഒരു ഡോക്ടറെ കൂടി അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോസ്റ്റ് ചെയ്തു തന്നു. അപ്പോൾ നമുക്കിപ്പം നിലവിൽ വൈകുന്നേരം സായാഹ്ന OP നടത്താൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ അവൾക്കൊപ്പം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കൗമാര കുട്ടികൾക്ക് മെൻസ്ട്രോൾ കപ്പ് വിതരണത്തിനുള്ള ഒരു പദ്ധതിയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ കിടപ്പിലായ രോഗികൾക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന രോഗികൾക്കുമായിട്ട് ഹോം കെയർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മൾ പാലിയേറ്റീവ് കെയർ വഴി ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു മാസത്തിൽ 20 ഹോം കെയർ ആണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വാഹന വാടകയൊക്കെ പഞ്ചായത്തിൽ നിന്ന് പാലിയേറ്റീവ് പ്രോജക്റ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് മരുന്നുകൾ കഴിക്കേണ്ട രോഗികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ നമുക്ക് PHC മെഡിസിൻ പർച്ചേസിന് വേണ്ടിയിട്ട് മെഡിസിൻ വാങ്ങിക്കൊടുക്കുന്നതിനായിട്ടുള്ള പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല പട്ടികജാതി പട്ടിക വർഗ്ഗ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള
പാലിയേറ്റീവ് പ്രോജക്റ്റും പഞ്ചായത്ത് തലത്തിൽ വയ്ക്കുന്നുണ്ട്. പിന്നെയുള്ള നമുക്ക് PHSC മെഡിസിൻ പർച്ചേസാണ്. PHSCക്ക് നമുക്ക് ഒരുപാട് തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു PHC ആണ് നമുക്കുള്ളത്. അപ്പം ഈ പറഞ്ഞ 10-26,000 പോപ്പുലേഷനെ കാറ്റർ ചെയ്യുന്നത് നമ്മുടെ PHC ആണ്. അപ്പോൾ നമ്മുടെ PHCയിൽ വരുന്ന രോഗികൾക്ക് മരുന്നുകൾ, ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനായിട്ട് പഞ്ചായത്തിൽ നിന്ന് 13 ലക്ഷത്തോളം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പം ഈ ഡയാലിസിസ് രോഗികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വില കൂടി എറിത്രോപോയിറ്റ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനുണ്ട്. ഒരു ഡയാലിസിസ് കഴിയുമ്പോഴത്തേക്കും ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം വളരെയേറെ വില കൂടിയ ഒരു എറിത്രോപോയിറ്റ് ഇഞ്ചക്ഷനാണ്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ സൗജന്യമായിട്ട് നമ്മുടെ രോഗികൾക്ക് PHSC മെഡിസിൻ പർച്ചേസ് വഴി ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ സായാഹ്ന OP തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഡോക്ടർ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോക്ടറെ കൂടെ അവർ പഞ്ചായത്തിൽ നിന്ന് പോസ്റ്റ് ചെയ്തു. അതുപോലെ ഫാർമസിസ്റ്റിൻ്റെ സേവനം, നമുക്കൊരു ഫാർമസിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈവനിങ് OP തുടങ്ങുന്നതിനായിട്ട് നമുക്ക് മരുന്ന് കൊടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു ഫാർമസിസ്റ്റിനെയും കൂടി നമുക്ക് പോസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകൾക്കും പഞ്ചായത്തിൻ്റെ വളരെയധികം സപ്പോർട്ടുകളുണ്ട്. നമ്മൾ ഫണ്ടുകളുടെയൊക്കെ ഒരു കൃത്യമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എല്ലാ ഫണ്ടുകളും നമുക്ക് തരുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമുകൾക്കും പഞ്ചായത്തിൻ്റെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന പാലിയേറ്റീവ് നേഴ്സാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു സപ്പോർട്ടും സഹകരണവും നമുക്ക് ഈ മേഖലയിൽ കിട്ടുന്നുണ്ട്. ഏതാണ്ട് 372ഓളം പേഷ്യൻ്റ് നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ 131 പേഷ്യൻസിന് നമ്മൾ മാസം തന്നെ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡെയിലി ഡ്രസ്സിങ് ഏതാണ്ട് 10 പേഷ്യൻ്റോളം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 60 പേഷ്യൻ്റോളം നമ്മൾ മൂത്രത്തിൻ്റെ ട്യൂബ് മാറി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കിടപ്പിലായ രോഗികളുടെ റീഹാബിറ്റേഷൻ, പാരാപ്ലീജിയ പേഷ്യൻ്റെ റീഹാബിറ്റേഷൻ കാര്യങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇത്രയൊക്കെ നല്ല സഹകരണങ്ങളും നല്ല ഇതോടും കൂടി സ്ഥിരമായിട്ട് നമ്മളൊരു 30 പേഷ്യൻ്റോളം നമ്മൾ വോളണ്ടിയേഴ്സ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 10 വോളണ്ടിയേഴ്സോളം നമ്മുടെ കൂടെ ഡെയിലി 20 ഹോം കെയറിൽ തന്നെ നമ്മൾ വരുന്നുണ്ട്. അതിനകത്ത് ഡെയിലി നമുക്ക് ഒരാൾ ഡെയിലി തന്നെ നമ്മുടെ കൂടെ ഹോം കെയറിലുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ പാലിയേറ്റീവ് രംഗത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ലവിധ സപ്പോർട്ടുകളും പഞ്ചായത്ത് തരുന്നുമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മലയിഞ്ചി LP സ്കൂളിലാണ്. മലയിഞ്ചി എന്ന് പറയുന്നത് ഒരു പട്ടികവർഗ ഭൂരിഭാഗ മേഖലയാണ്. മലയിഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ തട്ടക്കുഴ കുടുംബാരോഗ്യം നിന്ന് ഒരുപാട് അകലെയുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് നമ്മുടെ ആശുപത്രിയിൽ വരുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് മാസത്തിലൊരിക്കൽ ഈ മേഖലയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് വയ്ക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു തന്നു. വാഹന വാടകയും അതുപോലെ തന്നെ ഈ ട്രൈബൽ മെഡിക്കൽ ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കുന്നതിനുള്ള ഒരു ഫണ്ടും നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലാ മാസവും ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും ഇവിടെ വരുന്ന രോഗികൾക്ക് ഒരു മാസത്തേക്കുള്ള മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അടുത്ത ക്യാമ്പ് വരെ അവർക്ക് മരുന്നുകൾ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കുമുള്ള വാക്സിനേഷൻ പ്രോഗ്രാമും എല്ലാ മാസവും നമ്മളിവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തട്ടക്കുഴ പ്രാഥമികരിൽ വരാതെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് എല്ലാ സേവനങ്ങളും കൊടുക്കാനായിട്ട് സാധിക്കും. 2025 സെപ്റ്റംബർ മുതൽ ആശുപത്രികളിൽ സായാഹ്ന OP ആരംഭിച്ചു. സ്ത്രീ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് സൗജന്യ പരിശോധനകൾ സംഘടിപ്പിക്കുന്നു. ഈ നാടിന്റെ ആരോഗ്യ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് തട്ടക്കുഴ, ചെപ്പുകുളം, ചീനിക്കുഴി, പെരിങ്ങാശ്ശേരി, ഓലിക്കാമറ്റം, അമയപ്ര എന്നീ സ്ഥലങ്ങളിൽ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഉടുമ്പന്നൂരിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയും ഉടുമ്പന്നൂർ, ഉപ്പുകുന്ന് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രികളുമാണ് സഹായകമാകുന്നത്. കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്കുകളും വനിതകളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല മാർക്കറ്റ് കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി കഴിയുന്നതും ഒക്കെ ഈ രംഗത്തെ നമ്മുടെ പുതിയ ഇടപെടലുകളാണ്. ഞാൻ ആദ്യം ഒരു വീട്ടമ്മയായിട്ട് വീട്ടിൽ മാത്രം ഇരുന്ന ഒരാളായിരുന്നു. അവിടുന്ന് കുടുംബശ്രീയിൽ വന്ന് കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് അതിൽ നിന്നും നമുക്കതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഒക്കെ മനസ്സിലായതിൻ്റെ പേരിൽ സംരംഭം തുടങ്ങണമെന്ന് തോന്നുകയും നമുക്ക് ജീവിതത്തിലേക്കൊരു വരുമാന മാർഗം
ആവശ്യമായി വന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് കുടുംബശ്രീ പറയുകയും അവിടെ രജിസ്റ്റർ ചെയ്ത പഞ്ചായത്തിൻ്റെ സഹകരണത്തോടും കൂടി കുടുംബശ്രീയിൽ നിന്നുള്ള ലോണുകളും അല്ലാതെ സംരംഭത്തിനായിട്ട് ലോണുകൾ പഞ്ചായത്തിൽ നിന്നുണ്ടായിരുന്നു. അതും എല്ലാം എടുത്തുകൊണ്ട് ആദ്യം ഞങ്ങളൊരു തയ്യലായിട്ടായിരുന്നു തുടങ്ങിയത്. അവിടുന്ന് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ വീണ്ടും പഞ്ചായത്തിനെ സമീപിക്കുകയും അവിടുന്ന് സഹായം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് തുണിത്തരങ്ങളും മറ്റ് സ്റ്റേഷനറി, ഫോട്ടോസ്റ്റാറ്റ്, നാരങ്ങാ വെള്ളം അതുപോലെയുള്ള ചെറിയൊരു കൂൾ ബാർ പോലെയും എല്ലാമായിട്ട് ഞങ്ങൾ ചെയ്തു വരികയാണ്. ആദ്യത്തിൽ നിന്നും ഒത്തിരി നല്ലൊരു ഇതായിട്ടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വരുമാനങ്ങളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഇതിൻ്റെ വരുമാനം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാ രീതിയിലും നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ 3 പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുന്നുമുണ്ട്. ഞങ്ങൾക്കിത് നടത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയുണ്ട്. നല്ലൊരു വരുമാന മാർഗമായിട്ടാണ് ഞങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നത്. ഉടുമ്പന്നൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ ഞങ്ങൾ കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പല്ലവി നെയ്ത്ത് യൂണിറ്റ്. ഈ പല്ലവി നെയ്ത്ത് യൂണിറ്റിൽ 10 അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം ഇതുമൂലം കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മേളയായിട്ട് പോയി ഞങ്ങൾക്ക് കച്ചവടം നടത്തി നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഇടുക്കി ജില്ലയിൽ നല്ല സംരംഭകർക്കുള്ള അവാർഡ് പല്ലവി നെയ്ത്ത് യൂണിറ്റിനാണ് കിട്ടിയേക്കുന്നത്. 137 പേരിൽ ഞങ്ങളെയാണ് ഏറ്റവും നല്ല സംരംഭകരായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് അംഗൻവാടി തലം മുതൽ വിദ്യാഭ്യാസ തലം വരെ പ്രത്യേകമായ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. അംഗൻവാടി കുഞ്ഞുങ്ങൾക്കായി പൂമ്പാറ്റ എന്ന പേരിലുള്ള സമഗ്രമായ പദ്ധതിയും വിദ്യാഭ്യാസ മേഖലയിൽ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുവാൻ പദ്ധതികൾ വെച്ച് ഇടപെട്ടുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പഠന വൈകല്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നാം നടപ്പിലാക്കിയ മികവ് എന്ന പേരിലുള്ള മനഃശാസ്ത്ര വിദ്യാഭ്യാസ പഠന സഹായ പദ്ധതി ഒരുപാട് കുഞ്ഞുങ്ങളെയാണ് അവരുടെ പഠന ബുദ്ധിമുട്ടുകളെ പരിഹരിച്ച് മുമ്പോട്ട് നയിച്ചത്. LSS സ്കോളർഷിപ്പിന് പ്രത്യേകമായി അധ്യാപകരെ നിയമിച്ചുകൊണ്ട് നാം നടത്തിയ പരിശീലനം തൊടുപുഴ സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പിന് അർഹമായ കുട്ടികളെ സൃഷ്ടിക്കുന്ന പഞ്ചായത്തായി നമുക്ക് മാറുവാൻ വേണ്ടി കഴിഞ്ഞു. അക്കാദമി രംഗത്ത് പദ്ധതികൾ ചെലവിടുന്ന ജില്ലയിലെ ഏക ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ഉടുമ്പന്നൂർ. എൻ്റെ പേര് ജോഷുവ. ഞാൻ സ്കൂൾ ലീഡർ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത വിദ്യയുടെ സ്കൂള്. കുഴൽക്കിണർ, ജമ്പിംഗ് പിറ്റ്, പിന്നെ ക്രാഫ്റ്റിൻ്റെ ടീച്ചർ, സ്പോർട്സ് ടീച്ചർ, മത്സരങ്ങൾ, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയുടെ കാലയളവിൽ കാഴ്ചവെച്ചു. ഫായിലാത്തുൻ ഫായിലാത്തുൻ ഫായിലൂ മാലികിയ ഖറിയതി ഫീ നൗമികി. പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 10 സ്കൂളുകളിലെ LP UP ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കായിക അധ്യാപകനെ വെച്ചുകൊണ്ട് കായിക പരിശീലനം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ 10ഓളം ഇനങ്ങളിൽ പ്രവൃത്തി പരിചയ പരിശീലനം നൽകുന്നുണ്ട്. അതിനായിട്ട് അധ്യാപകരെ പുറത്തുനിന്ന് നിയമിച്ചിരിക്കുകയാണ്. അവരൊരു 3-4 മാസക്കാലത്തോളം അടുപ്പിച്ച് എല്ലാ ശനിയാഴ്ചകളിലും കുട്ടികൾക്ക് പ്രവൃത്തി പരിചയ ഇനങ്ങളിൽ പരിശീലനം നൽകി വരുന്നു. കുട്ടികളുടെ സബ് ജില്ലാതല ജില്ലാതല മത്സരങ്ങളിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെയേറെ സപ്പോർട്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പൈസ കൊടുത്ത് പരിശീലനം നേടാൻ കഴിയാത്ത കുട്ടികൾക്കൊരു വലിയ കൈത്താങ്ങാണ് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതുപോലെ SPC കുട്ടികൾക്ക് റിഫ്രഷ്മെൻറ്റ് ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. 3 LP സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം ആക്കാനുള്ളൊരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പൂർത്തിയായിട്ടില്ല. സാമൂഹ്യനീതി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉടുമ്പന്നൂർ പഞ്ചായത്ത് മാതൃകയാണ്. ശിശുവികസനം ലക്ഷ്യമാക്കി അംഗനവാടികളും വിദ്യാലയങ്ങളോട് ചേർന്ന് പ്രീ പ്രൈമറി സ്കൂളുകളും പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ കാരണവന്മാർ നമ്മളാക്കി മാറ്റിയവർ, ഈ നാടിനു വേണ്ടി ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച് നമ്മുടെ ഉടുമ്പന്നൂരിനെ നമുക്ക് സമ്മാനിച്ചവർ, അവരെ നമുക്ക് മറക്കാൻ കഴിയുമോ?
59 വയസ്സ് കഴിഞ്ഞ ഈ നാട്ടിലെ മുഴുവൻ കാരണവന്മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ അവർക്കായി ഉല്ലാസക്കൂടൊരുക്കിയത്. ദൂരങ്ങൾ താണ്ടി ഞാൻ ഇന്നെൻ്റെ വാതായനത്തിൽ നിൽക്കുന്ന നേരം വാതിൽ പഴുതിലൂടൊളിയിട്ടൊന്നു ഞാൻ നോക്കി. ഘാതങ്ങൾക്കപ്പുറം കണ്ടു ഞാൻ ചാരുതയേറുമെൻ കൊച്ചു ബാല്യം. കാർമേഘം ചൂടരുത് ഒരു വാർദ്ധക്യവും, ആധികൾ പെയ്തൊഴിഞ്ഞ തെളിമാനമാകണം ഓരോ വാർദ്ധക്യവും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത് വയോജന സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഉല്ലാസക്കൂടിൻ്റെ ഭാഗമായി ഓരോ വാർഡുകളിൽ നിന്നും ഉല്ലാസക്കൂടിൻ്റെ അംഗങ്ങളെ ചേർത്തുകൊണ്ട് ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. ഇടുക്കി ജില്ലയിലെ ഏക വയോജന സൗഹൃദ പഞ്ചായത്താണ് എന്നതിൽ ഏറെ അഭിമാനമുണ്ട്. ദാരിദ്ര്യ ലഘൂകരണ മേഖലയിൽ മികവാർന്ന ഒട്ടേറെ പദ്ധതികൾ ഏകോപിപ്പിക്കുവാൻ നമുക്കായിട്ടുണ്ട്. നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 5 വർഷം മുമ്പുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലല്ലോ ഇപ്പോൾ. എത്രയേറെ തൊഴിൽ ദിനങ്ങളാണ് അധികമായി നാം സൃഷ്ടിച്ചത്. എത്രയോ ആളുകൾക്കാണ് 200 ദിനവും 100 ദിനവും നമുക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. നമുക്ക് ഇന്ന് സൈറ്റിൽ എത്ര തൊഴിലാളികളുണ്ട്? മൊത്തം ഡിമാൻഡ് ചെയ്തത് 36 തൊഴിലാളികളും അതിൽ ഇന്ന് 26 തൊഴിലാളികളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇന്നാണോ തുടങ്ങിയത്? ഇത് അല്ല, 2-3 ദിവസമായി. 3 ദിവസമായി. തൊഴിലാളികൾ എല്ലാവരും വരുന്നുണ്ടോ? എല്ലാവരും തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ തൊഴിലാളികൾക്ക് ആവറേജ് എത്ര തൊഴിൽ ദിനങ്ങൾ വരെ എത്തിയിട്ടുണ്ട്? ജനറലുകാർക്ക് 100 പണിയും എസ് ടിക്കാർക്ക് 200 പണിയുണ്ട്. ഇപ്പോൾ ഒരു ജനറലുകാർക്ക് ഒരു 80-82 പണി ആയിട്ടുണ്ട്. 100 കുറച്ച് പണി കൂടെ മതി. എസ് ടിക്കാർക്ക് 150 പണി ആയിട്ടുണ്ട്, നിലവിലായിട്ടുണ്ട്. കുറച്ച് പേർക്കും കൂടിയൊക്കെ ആകാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് FRC ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 50 പണിയും കൂടെ അഡീഷണൽ ആയിട്ടുള്ളത് അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളികൾ എല്ലാവരും 200 മാക്സിമം തയ്ക്കുമല്ലോ? തയ്ക്കും. നമുക്ക് തൊഴിലാളികൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും വരുമാനം വർദ്ധിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഇത്തവണ മാക്സിമം ആളുകൾക്ക് എത്തിക്കണം. അതുപോലെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഓരോ കുടുംബത്തിനും 100 തൊഴിൽ ദിനങ്ങൾ കിട്ടുകയും അവർക്ക് മാക്സിമം വീടുകൾക്ക് ആ പ്രയോജനം എത്തുന്ന രീതിയിലേക്ക് ഈ വർക്കുകൾ അറേഞ്ച് ചെയ്ത് എല്ലാവരെയും സഹകരിപ്പിച്ച് കൊണ്ടുപോകണം. ലൈഫിൽ 3 സെൻറ്റ് സ്ഥലം വേറൊരാൾ തന്നതാണ്. പിന്നെ ജീവിതമാർഗം ഇല്ലായിരുന്നു, വാടകയ്ക്കാണ് കിടന്നുകൊണ്ടിരുന്നത്. ലൈഫിൽ പേരെ വെച്ച് 3 സെൻറ്റ് സ്ഥലത്തിൽ തന്ന് ജീവിച്ച് കെട്ടുവഎനിക്ക് സുഖമില്ലായിരുന്നു. ഞാൻ കെട്ടുവാൻ മരിച്ചു പോയതാണ്. ഞാൻ എൻ്റെ കൊച്ചുമായിട്ട് താമസിച്ചത്. ഈ സഹോദരിക്ക് വീടും സ്ഥലവും നിലവിൽ ഇല്ലായിരുന്നു. ഇവർ കുറേ കാലങ്ങളായിട്ട് അപേക്ഷ വെച്ചുകൊണ്ടൊന്നും കിട്ടിയിട്ടില്ല. വീടിന് സ്ഥലമില്ലാത്തതുകൊണ്ട് ലൈഫിൽ പൂരകരുടെ ലിസ്റ്റിലായിരുന്നു ഇവർ കിടന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു 3 സെൻറ്റ് സ്ഥലം കൊടുത്ത് സഹായിക്കുകയും അതിനകത്ത് ലൈഫിൻ്റെ മുൻഗണന ലിസ്റ്റിൽ പെടുത്തുകയും ചെയ്തു. വീട് നിർമ്മിച്ച് കൊടുക്കാൻ ഞാനൊരു മെമ്പർ പിന്നെ അതുപോലെ എനിക്ക് കെട്ടിട നിർമ്മാണമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാവുന്നൊരു സഹോദരി ആയതുകൊണ്ട് അവരുടെ ഹസ്ബൻഡിന് സുഖമില്ലാണ്ടിരിക്കുകയും വാടക കൊടുക്കാനുള്ള ഒരു മാർഗ്ഗങ്ങളില്ലാതെ കിടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത് നിർമ്മിച്ച് കൊടുക്കുകയും പല ആളുകളുടെ സഹായത്താൽ ബാക്കി പൂർത്തീകരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൂർത്തീകരിച്ച് ചെയ്യുകയും ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഒരു ശുചിത്വമുള്ള നാടായി നമ്മുടെ ഉടുമ്പന്നൂരിനെ നിലനിർത്താൻ വിവിധങ്ങളായ പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണമാണല്ലോ ഇതിൻ്റെ അകത്ത് പ്രധാനം. വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളെ ബൈ പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ ബയോഗ്യാസ് പ്ലാന്റുകളും ബയോ ബിന്നുകളും 2000-ലധികം വീടുകളിലാണ് നമ്മൾ സബ്സിഡി കൊടുത്ത് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി എല്ലാ വീടുകളിലും 2 വീതം തുണിസഞ്ചികൾ നമ്മൾ സൗജന്യമായി നൽകി. 2 പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സുകളാണ് ഈ കാലയളവിൽ നമ്മൾ പൂർത്തിയാക്കിയത്. എല്ലാ വാർഡിലും മിനി MCFകളും പുതിയ MCFൻ്റെ പണി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിനെ വൃത്തിയുള്ള നാടായി സൂക്ഷിക്കാൻ പ്രത്യേകമായ ക്ലീനിങ് സംവിധാനം തന്നെ ഹരിതകർമ്മസേന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ഇപ്പോൾ നടത്തി വരികയാണ്. നമ്മുടെ ഉടുമ്പന്നൂർ വൃത്തിയുള്ള ശുചിത്വമുള്ള സുന്ദര ഉടുമ്പന്നൂരായി പാതയോരങ്ങളിൽ നല്ല ചെടികൾ നട്ട് അതിനെ പരിരക്ഷിച്ച് സുന്ദരിയായി നമ്മളിപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
നമ്മുടെ ഉടുമ്പന്നൂരും വൃത്തിയുള്ള ഉടുമ്പന്നൂരായി, ശുചിയായ ഉടുമ്പന്നൂരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ 80% വീടുകളും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിത ഭവനങ്ങളായിട്ട് ഉള്ളതാണ്. ഈ വീടുകളിൽ എല്ലാം പഞ്ചായത്ത് നിയോഗിച്ച കമ്മിറ്റി സൂക്ഷ്മമായി പരിശോധന നടത്തി അതിൽ ഏറ്റവും നല്ല വീടായിട്ട് ഹരിത വീടായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എൻ്റെ വീടാണ്. വീട്ടിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി നിർമ്മിച്ച് കിട്ടിയിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ് പിറ്റിൽ ഇട്ട് ജൈവവളം ഉൽപ്പാദിപ്പിക്കുകയും അതുകൂടാതെ പച്ചക്കറി വേസ്റ്റുകളെല്ലാം കൂടെ ബയോബിന്നിൽ ശേഖരിച്ച് അതും ജൈവവളമായിട്ട് രൂപീകൃതമായി പച്ചക്കറിക്കും മറ്റും ഉപയോഗിക്കുന്നതാണ്. നാടിൻ്റെ പശ്ചാത്തല വികസനത്തിനായി പ്രത്യേകമായ പദ്ധതികളാണ് നമ്മൾ തയ്യാറാക്കിയത്. 60 കിലോമീറ്ററോളം റോഡുകൾ പുതിയതായി ടാർ ചെയ്യുവാനും ഏതാണ്ട് അത്രയും തന്നെ ദൂരം കോൺക്രീറ്റ് ചെയ്യുവാനും നമുക്കായിട്ടുണ്ട്. 4 പുതിയ കലുങ്കുകൾ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിയും. അതുമാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 15 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി നമ്മുടെ മലയോര മേഖലയായ ഉപ്പുകുന്ന് പെരിങ്ങാശ്ശേരി മേഖലയിലേക്ക് ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കായി പുതിയ ഒരു ഓഫീസ് മന്ദിരം നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഭിന്നശേഷിക്കാർക്കായുള്ള ബഡ്സ് സ്കൂളിൻ്റെ നിർമ്മാണവും നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 5 പ്രദേശങ്ങളിലായി പുതിയ കുടിവെള്ള പദ്ധതികൾ ജലവിഭവ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാലയങ്ങൾക്കായി ടോയ്ലറ്റ് സംവിധാനങ്ങളും കുടിവെള്ള സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട് ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളുള്ള ഒരു മേഖലയാണ്. പക്ഷേ വനംവകുപ്പിൻ്റെ തടസ്സവാദങ്ങൾ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ തടസ്സം സൃഷ്ടിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം ലോകത്തിന് മുമ്പാകെ അറിയിക്കുവാൻ 11 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ മൂൺലൈറ്റ് വാക്ക് നമ്മുടെ ഉടുമ്പന്നൂരിൻ്റെ സൗന്ദര്യത്തെ ഈ ലോകത്തിൻ്റെ മുൻപിലേക്ക് എത്തിച്ച ഒരു വലിയ പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മുടെ നാടിന് ഇനിയും ഒട്ടേറെ മുന്നേറുവാനുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജൈവ തേൻ ഗ്രാമമാണ് ഉടുമ്പന്നൂർ. ആ ഖ്യാതി നിലനിർത്തുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കിയാണ് ചെറുതേനീച്ച കോളനികൾ 50% സബ്സിഡിയോടുകൂടി വിതരണം ചെയ്ത് തേനീച്ച കർഷകരെ പ്രോത്സാഹിപ്പിച്ചത്. ആ തേനീച്ച കർഷകരെ എല്ലാം കൂട്ടിച്ചേർത്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ നന്മയുള്ള നാട്ടിലെ നല്ല നറുതേൻ, ചെറുതേൻ പ്രത്യേകമായി ബ്രാൻഡ് ചെയ്ത് ഉടുമ്പന്നൂർ ഹണി എന്ന പേരിൽ നാം ഇപ്പോൾ വിപണിയിലെത്തിച്ചിരിക്കുകയാണ്. ഓൺലൈൻ മാർക്കറ്റിനെ സാധ്യതകളോട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ലോകത്തെവിടെയും ഉടുമ്പന്നൂർ എന്ന നാമം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അഭിമാനപൂർവ്വം ഒരു ഉടുമ്പന്നൂരുകാരൻ്റെ പേര് ഉടുമ്പന്നൂർ ഹണി എന്ന പേരിൽ. പരമ്പരാഗത വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം അംഗൻവാടി കുട്ടികൾക്കുള്ള പൂമ്പാറ്റ പദ്ധതിയും വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാമൃതവും സ്ത്രീകൾക്കായുള്ള അവൾക്കൊപ്പം പദ്ധതിയും വയോജനങ്ങൾക്കായുള്ള ഉല്ലാസക്കൂടും പഞ്ചായത്തിൻ്റെ പ്രത്യേകതകളാണ്. ഉടുമ്പന്നൂരിൻ്റെ നാമം ലോകമെമ്പാടും എത്തിച്ച ഉടുമ്പന്നൂർ ഹണിയും പഞ്ചായത്തിൻ്റെ നാട്ടിടവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഗ്രാമവണ്ടിയും ഉടുമ്പന്നൂരിൻ്റെ യശസ് വാനോളം ഉയർത്തിയിട്ടുണ്ട്. തുടർച്ചയായി 2 വർഷം മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള കേരള സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി അടക്കം നിരവധി നേട്ടങ്ങൾ ഉടുമ്പന്നൂർ കൈവരിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചത്. ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഇതാണ് നാടറിഞ്ഞ വികസനത്തിൻ്റെ നല്ല 5 വർഷക്കാലം. ഈ നല്ല കാലം തുടരണം. ഈ ഭരണസമിതി നാട്ടുജനങ്ങളോട് പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. വീടില്ലാത്തവർക്ക് ലൈഫ് പാർപ്പിട പദ്ധതിയാണ് ഒരു ആശ്രയമേ നമ്മുടെ മുമ്പിലുള്ളത്. നാം അധികാരമേൽക്കുമ്പോൾ 381 ആളുകളുടെ ഭീമമായ ഒരു ലിസ്റ്റാണ് നമ്മുടെ മുൻപാകെ ഉണ്ടായിരുന്നത്. ഒരു സംവിധാനവും ഒരു സാമ്പത്തിക പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ 4.5 കോടി രൂപയുടെ കടത്തിന്റെ നെറുകയിലാണ് ഈ പഞ്ചായത്ത് ഭരണമേൽക്കുന്നത്. നാം ഓർക്കണം, ഓരോ വർഷവും 45 ലക്ഷം രൂപ വീതം ഗവൺമെന്റിലേക്ക് തിരികെ അടയ്ക്കേണ്ട ഒരു വായ്പാ പദ്ധതി ഏറ്റെടുത്ത് ഈ പഞ്ചായത്തിനെ കടക്കണിയിലാക്കിയിട്ടുള്ള ഒരു ഖജനാവാണ് ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്. ആ കടം ഓരോ വർഷവും തിരിച്ചടച്ചുകൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം നാം ഇപ്പോൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.